ഹലോ ഗൈസ്, ഇറ്റ്സ് പ്രദീപ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സംഭവം എന്തെന്ന് വെച്ചാൽ പള്ളിച്ചട്ടമ്പി കാണാൻ പോവുകയാണ്. അതിൻ്റെ വ്ളോഗാണ്. വളരെ കുറച്ച് സമയം കാണുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ വീടിൻ്റെ അടുത്ത് തന്നെ തിയേറ്ററും പിന്നെ വലിയ പ്രത്യേകിച്ച് കാണിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് വളരെ കുറച്ച് ഉള്ളൊരു വ്ളോഗായിരിക്കും ഇത്. സംഭവം അങ്ങോട്ടൊക്കെ ആണെങ്കിൽ സിറ്റിയിലോട്ടൊക്കെ ആണെങ്കിൽ അവിടെ പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു നീണ്ട വ്ളോഗായിരിക്കും. ഇത് സംഭവിച്ചാൽ ഡയറക്റ്റ് തിയേറ്ററും സിനിമേൻ്റെ റിവ്യൂവും ആയിട്ട് പോവുകയാണ്. വാഴ 2 ഞാൻ ഇവിടെ ഇരുന്നാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ക്രീൻ 1 പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിയേറ്ററാണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സ്ക്രീൻ 2 ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ക്രീൻ 2 കുറിച്ച് പറയുകയാണെങ്കിൽ ജയിലറാണ് ഞാൻ ഇവിടെ ലാസ്റ്റ് വന്ന് കണ്ട സിനിമ. അപ്പോൾ ജയിലർ സിനിമ കണ്ടു. ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് വന്ന് കണ്ടത്. അപ്പോൾ ഇവിടുത്തെ സ്ക്രീൻ ക്വാളിറ്റിയോ സൗണ്ട് ക്വാളിറ്റിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇത്ര നീണ്ട വർഷത്തിൽ ഇവിടെ വരാതിരുന്നത്. അപ്പോൾ അത് ഒരു നീണ്ട ഏകദേശം ജയിലർ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമാവും തോന്നുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഇവിടെ വരുന്നത് സ്ക്രീൻ 2 അപ്പം സ്ക്രീൻ 2 ബെറ്റർ ആയോ ഇല്ലേ എന്ന് ഇന്ന് ഈ വ്ളോഗിലൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു തരാം. എന്തായാലും വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ തന്നെ റോഡ് മൊത്തം ബ്ലോക്കായി. കാരണം ഇവിടെ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്നവരെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയോ ഞാൻ പാർക്കിംഗ് കൊണ്ട് വണ്ടി ഒതുക്കിയിട്ടുണ്ട്. എന്തായാലും തിരക്ക് കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ വെളിയിൽ നിൽക്കുകയാണ്. അകത്തോട്ട് കയറാൻ പറ്റാത്ത തിരക്കാണ്. ഇത് സ്ക്രീൻ 1 ഇനി എൻ്റെ സ്ക്രീൻ പറഞ്ഞത് അപ്പുറത്താണ്. അപ്പോൾ അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കാം. ഇത് സ്ക്രീൻ 1 സ്ക്രീൻ 1 തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം കയറുകയാണ് അങ്ങോട്ട്. ഞാൻ എന്തായാലും എനിക്ക് സ്ക്രീൻ 2 അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ പോയി ഗൈസ്. അപ്പോൾ ഒരു ഡെയിലി വ്ളോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ നിൽക്കുന്നത്. പക്ഷേ എന്തോ ചില ദിവസങ്ങളിൽ ജോലിക്ക് പോയിട്ട് പിന്നെ അതിനോടൊന്നും സമയം കിട്ടില്ല. അങ്ങനെയാണ് ഡെയിലി വ്ളോഗൊന്നും ചെയ്യാതിരിക്കുന്നത്. എന്തായാലും അടുത്തൊരു നാളെ മുതൽ എന്തായാലും ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. സംഭവം നോക്കാം എത്രത്തോളം പോകുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡെയിലി വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻ്റ് ആണ്. അതായത് നമുക്ക് മറ്റുള്ളവരെ മുമ്പ് വെച്ച് ഇങ്ങനെ സംസാരിക്കാനും പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം പറ്റും ഒരു ഡെയിലി വ്ളോഗ് ചെയ്യുമ്പോൾ. അതായത് നമ്മളൊരു കാര്യം റെഗുലറായിട്ട് ചെയ്തു വരുമ്പം അതുമായിട്ട് നമ്മൾ സിങ്ക് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഡെയിലി ചെയ്ത് പോവാം. നാളെ മുതൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നും വിചാരിക്കും ചെയ്യണമെന്ന്. പക്ഷേ ചില സമയങ്ങൾ ചിലപ്പം ജോലിക്ക് എത്തിക്കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതാണ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ സമയം കിട്ടിയെന്ന് വരില്ല. അതാണ്. അപ്പോൾ ഇപ്പോൾ ചൂടും അതിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് ജോലീൻ്റെ ഇടയിൽ. അതിൻ്റെ കൂടെയൊക്കെ ചെയ്യാൻ നോക്കാം ഗൈസ്. മറ്റേ സ്ക്രീൻ 1 അവിടെ ഫുഡ് കോർട്ട് ഉള്ളതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. പോപ്കോണൊക്കെ അവിടെ ഉള്ളൂ കേട്ടോ. സ്ക്രീൻ 1 അവിടെ ഉള്ളൂ. ജ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ വ്ളോഗ് ഇടുമ്പോൾ എന്തൊക്കെ തെറ്റുകളുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളായിരിക്കും. കാരണം നിങ്ങളല്ലേ ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കായിരിക്കും കൂടുതൽ മനസ്സിലാകുന്നത് എന്തെല്ലാം തെറ്റുകൾ, എന്തെല്ലാം മാറ്റണം, എന്തെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്കതൊരു വലിയൊരു ഹെൽപ്ഫുള്ളാവും. അത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഗൈസ്. ഫസ്റ്റ് കണ്ട ക്യൂ ഒന്നും നമ്മളെ സ്ക്രീൻ 2 അവിടെ ഇല്ല കേട്ടോ. സ്ക്രീൻ 1 ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. സ്ക്രീൻ 2 വലിയ ആൾക്കാരൊന്നുമില്ല. ഞാൻ നിന്ന എൻ്റെ ഷോയിൻ്റെ അവിടെ വലിയ ആൾക്കാരൊന്നുമില്ല ഗൈസ്. പിന്നെ പള്ളിച്ചട്ടമ്പീൻ്റെ ഒരു പ്രമോ എൻ്റെ യൂട്യൂബിൽ ചാനലിലുണ്ട്. അത് നിങ്ങളൊന്ന് കാണുക. അതൊരു വ്ളോഗായിട്ടും ഉണ്ട്. ഞാൻ മാൾ ഓഫ് ടാങ്കൂറിൽ വെച്ചായിരുന്നു അതിൻ്റെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ സ്ക്രീൻ 2 ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷോ കഴിഞ്ഞ് ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത് കയറാൻ പോവുകയാണ് ഗൈസ്. പള്ളിച്ചട്ടമ്പിൻ്റെ ഒരു പ്രൊമോ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അതൊന്ന് കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. അങ്ങനെ സ്ക്രീൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനും അങ്ങനെ കയറുകയാണ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ സമയം 12:15.
സിനിമ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇറങ്ങണതാണ്, പാർക്കിങ്ങിൻ്റെ അവിടെ നിൽക്കുകയാണ്. എന്തായാലും സിനിമയെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ തൽക്കാലം ഒരു ചായ കുടിക്കുക, നല്ല തലവേദന എടുക്കുന്നു. ഇത്രയും നേരം സ്ക്രീനിൽ നോക്കിയിരുന്നല്ലേ, അതുകൊണ്ടായിരിക്കും. ഒരു ചായ കുടിച്ചിട്ട് ഞാൻ റിവ്യൂ പറയാം. ഒരു സമയം ഞാൻ ചായ കുടിക്കാൻ കയറി, ഇപ്പോൾ ചായ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ചായൻ്റെ ഒരു മീറ്ററോളം കൂടി എടുത്ത്, കാരണം ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയൊന്നും കാണൂല കഴിക്കാൻ, അതുകൊണ്ടാണ് എടുത്തത്. എന്തായാലും ഇവിടെ വെച്ച് റിവ്യൂ പറയാമെന്ന് വിചാരിച്ച്. ഞാൻ നേരത്തെ പറയാത്തത് എന്തെന്ന് വെച്ചാൽ, സംഭവം ഞാൻ കൺഫ്യൂസാണ് ഈ സിനിമയെക്കുറിച്ച്. എന്ത് പറയണമെന്നറിയില്ല. സിനിമ എങ്ങനെ ഉണ്ടെന്ന് കേട്ടാൽ, പിന്നെ ഉള്ളത് നമ്മളെ വലുതായിട്ട് അങ്ങോട്ട് സിനിമ വലിയ ഇതില്ലെങ്കിലും അതിൻ്റെ മേക്കിംഗ് കൊള്ളാം, എടുത്തിരിക്കുന്ന കൊള്ളാം. അത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കണം, തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടായിരിക്കണം എനിക്കധികം ബോറൊന്നും അടിച്ചില്ല. പക്ഷേ ഒരു OTTയിലേക്ക് വരുമ്പോഴത്തേക്കും സംഭവം നല്ല ലാഗാണ് പടം. മേക്കിങ്ങൊക്കെ അടിപൊളിയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ടൊവിനോൻ്റെ ഒരു വെറൈറ്റി ഒരു അഭിനയം, ആക്ഷൻ സീനൊക്കെ, അങ്ങനെയൊക്കെയാണ് ഈ സിനിമ. പിന്നെ ഇതിലെല്ലാം കാസ്റ്റുകളെല്ലാം കൊള്ളാം. പിന്നെന്തിനു പറയാ, ഇതൊക്കെ തന്നെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇത് സംഭവം അവരെ മേക്കിങ് കാരണം നമുക്കൊട്ടും ബോറടിക്കില്ല, കണ്ടിരിക്കാം. അതേസമയം ഇതൊരു OTTയിലാണ് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഇവിടെ ഓഫ് വെച്ചിട്ട് ഞാൻ പോയേനെ, അതാ കേസ്. ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, പേഴ്സണലി എനിക്ക് ഇത് ലാഗുണ്ടായിരുന്നു. ലാഗുള്ള പടമൊന്നും പിന്നെ ഇരുന്ന് കാണത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അതൊരു ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഞാനിപ്പോൾ ഇത് കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഞാൻ ഇപ്പോഴും നല്ല ടെൻഷനിലാണ്, കാരണം എന്ത് പറയണമെന്ന് പറഞ്ഞുകൂടാ. അതിൻ്റെ അടുത്ത് പടം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, അത് എനിക്കിഷ്ടപ്പെട്ട എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇതിൽ പറയാം, ഒരു വേറൊരാളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി പാടാണ്. അതായത് എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ശരി, ബൈ.